തൊട്ട് തൊഴുത് മനസ്സുകൊണ്ട് ക്ഷമ അയച്ചേനെ. എന്നോടും ഈശ്വരനോടും. ഇവളെന്താ ചെയ്ത? ചവിട്ടി അരക്കായിരുന്നു എന്റെ ഹൃദയം. എന്നിട്ടും പാവം ഞാൻ അനുഭവിക്കുന്ന എന്താണെന്ന് അറിയുന്നില്ല അല്ലേ? കൊല്ലപ്പള്ളി പോയി വന്നിട്ടൊന്നും കഴിച്ചില്ലല്ലോ. ഒരു ഗ്ലാസ് വെള്ളം പോലും. ഞാൻ കഴിക്കാൻ എടുത്തു വെക്കട്ടെ? എന്നാ എടുത്തു വെക്കട്ടെ? ചോറുണ്ട്, ചപ്പാത്തി ഉണ്ട്, വേറെ വല്ലതും വേണമെങ്കിൽ ഞാൻ ഉണ്ടാക്കി തരാം. വിഷം ഉണ്ടെങ്കിൽ കുറച്ച് വിളമ്പി വെക്ക്, ഞാൻ കഴിക്കാം. എന്നെ അറിയാഞ്ഞിട്ടാ. ഞാൻ വിഷം വിളമ്പുന്നവളല്ല, സ്നേഹം വിളമ്പുന്നവളാ. അറിയാം, നീ കുറച്ചധികം വിളമ്പി കൊടുക്കുന്നുണ്ടെന്ന്. അധികം ആവുമ്പോ അതിന്റെ പേരും വിഷമെന്ന് തന്നെയാ. ചേച്ചി, ആ നീ കിടന്നായിരുന്നോ മോളെ? ഇല്ലെന്നേ. അങ്കിളും ആന്റിയൊക്കെ എന്തേ? ഞങ്ങളെല്ലാവരും കൂടി TV കണ്ടോണ്ടിരിക്കുവായിരുന്നു. അങ്കിള് ന്യൂസ് വെച്ചപ്പോ ഞാനിങ്ങ് പുറത്തേക്ക് ഇറങ്ങി. നിനക്ക് വാർത്ത കാണുന്നത് ഇഷ്ടമല്ലേ? എന്നതാ ചേച്ചി, കൊറേ നേതാക്കന്മാരും കൊറേ മന്ത്രിമാരും വെറുതെ നാക്കിട്ടലയ്ക്കുന്നു. പിന്നെ കുറച്ച് കൊലപാതകവും പീഡന കേസും തട്ടിപ്പും വെട്ടിപ്പും. ഇതൊക്കെ തന്നെയല്ലേ എപ്പോഴും. ഇതിന്റെ പേരാണോ ന്യൂസ്? നിനക്ക് പിന്നെ എന്നാ വേണ്ടത്? അവരെല്ലാവരും പോയി മിണ്ടാതിരുന്ന് ജോലി ചെയ്യാവോ? അത്രയും മതി. അങ്കിളിനും ആന്റിക്ക് എന്തുണ്ട് വിശേഷം? അവര് രണ്ടുപേരും ഹാപ്പി ആയിട്ടിരിക്കുന്നു ചേച്ചി. നിന്റെ പഠിപ്പ് കോളേജ് എല്ലാം നന്നായിട്ട് നടക്കുന്നില്ലേ? ഇവിടെ ഒരു കുഴപ്പമില്ല ചേച്ചി, എല്ലാം ഓക്കെയാ. ചേച്ചി, നമുക്ക് ചിന്നുമോളുടെ അടുത്ത് പോണ്ടേ? പോണം. ഇവിടുത്തെ പ്രശ്നം തീർത്തിട്ട് വേണം എറണാകുളത്തോട്ട് വരണോന്ന് വിചാരിച്ചിട്ട് കാത്തിരിക്കുമ്പോ പുതിയ ഓരോരോ പ്രശ്നങ്ങൾ വരും. അവിടെ എന്നതാ ഇനി? ചേച്ചി അവിടുത്തെ മന്ത്രിയായില്ലേ? വൈജയന്തിമാല ഒരു സ്വസ്ഥതയും തരുന്നില്ലേ? എന്റെ വിഷയം അങ്ങ് കൊടുമ്പിരി കൊണ്ട് നിൽക്കുക. ഞാൻ ആര്, എവിടുന്ന് വന്നു, ആരുടെ മകൾ, ഞാൻ എങ്ങനെ ജീവിച്ചു, എന്തിനു ജീവിക്കുന്നു? എന്റെ മോളെ, ഞാനാ വശത്തുനിന്ന് ചോദ്യങ്ങളും സംശയങ്ങളും. സത്യം പറഞ്ഞ ഇപ്പൊ ഞാൻ ആരാന്ന് എനിക്ക് പോലും അറിയാൻ മേലാതായി. എന്നാ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? ഇനി അതിന്റെ കുറവേ ഉള്ളൂ, ചോദിക്ക്. ഇപ്പൊ ചേച്ചി ആരാ? ഇപ്പൊ ഞാൻ അച്ഛന്റെ സ്വന്തം മകള്. സ്വന്തം വെച്ചാ ദത്തുപുത്രിയല്ലേ? അതൊക്കെ മേലെ പോയോ? അതല്ലേടി പറഞ്ഞത്. അച്ഛൻ അബുദാബിയില് ജോലി ചെയ്തിരുന്ന കാലത്ത് മെറീന എന്ന പേരുള്ള ഒരു ലേഡിയുമായി ഉണ്ടായിരുന്ന ലവ് അഫെയറില് ജനിച്ച മകള്. പോരെ? സൂപ്പർ സ്റ്റോറി ആണല്ലോ. ഇതല്ലേ ഒറിജിനലിനേക്കാളും നല്ലത്. നോക്കാ സ്നേഹമുള്ള അച്ഛനുണ്ട്, അമ്മ വെറുത്തൊന്നുള്ള സങ്കടവും വേണ്ട, ആർക്കും ചോദ്യം ചെയ്യാനും പറ്റത്തില്ല. പക്ഷെ അമ്മ ഇതെങ്ങനെ സഹിക്കൂടി? ഒന്നാമത്തെ കാര്യം,
എന്നെ കണ്ണിന് മുമ്പേ കണ്ടൂടാ. രണ്ടാമത്തെ കാര്യം, സ്വന്തം ഭർത്താവിന് കല്യാണത്തിന് മുൻപ് മറ്റൊരു സ്ത്രീയുമായി എല്ലാ തരത്തിലും ബന്ധം ഉണ്ടായിരുന്നു എന്ന അറിവ് അത് ശ്വാസം മുട്ടിക്കും. മൂന്നാമത്തെ കാര്യം, ആ ബന്ധത്തിൽ ഒരു കുഞ്ഞുണ്ടായെന്നും അത് വളർന്നപ്പോ വിളിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുകയാണെന്നും അറിയുമ്പോഴത്തെ വിഷമവും വേദനയും സങ്കടവും നിരാശയും. പണ്ട് ചെയ്ത പാപത്തിന്റെ ഫലം അനുഭവിക്കാതെ പോകാൻ പറ്റൂ? അമ്മ അനുഭവിക്കുന്ന ടെൻഷൻ എത്രയെന്ന് എനിക്ക് ഊഹിക്കാൻ പറ്റും. നീറിക്കൊണ്ടിരിക്കുക. എന്നോടുള്ള ദേഷ്യം തന്നെ താങ്ങാൻ പറ്റത്തില്ല. അപ്പോഴാ ഞാൻ അച്ഛന്റെ മകളാണെന്ന് കൂടി അറിയുന്നേ. എങ്ങനെ സഹിക്കും? കുറച്ച് നീറട്ടെന്നേ. കയ്യിലിരിപ്പ് അത്ര നല്ലൊന്നുമല്ലല്ലോ, അനുഭവിക്കണം. പാവം, ഒന്നും അറിയാതെ അല്ലേ മോളെ ഈ പ്രകടനങ്ങളെല്ലാം കാണിക്കുന്നേ? അറിയാതെയോ? അഹങ്കാരം കുറച്ചൊന്നും അല്ലായിരുന്നല്ലോ. ചേച്ചി അതൊന്നും നോക്കണ്ട. ഇപ്പൊ ബാലേന്ദ്ര സാറിന്റെ മൂത്ത മകളായല്ലോ. ഇനി അങ്ങോട്ട് ആ ഗമയിലങ്ങ് നടന്നോ, ഒട്ടും കുറയ്ക്കണ്ട. ഇവിടെ ഇപ്പോ ആർക്കും ഒരു സമാധാനവും ഇല്ല. കുടുംബങ്ങൾ തമ്മിലും ഒട്ടും രസത്തിലല്ല. സത്യത്തില് എന്നെ രക്ഷിക്കാൻ വേണ്ടിയാ അച്ഛൻ സ്വന്തം മോളാണെന്ന് പറഞ്ഞത്. അതോടെ അച്ഛന്റെ വിലയിടിഞ്ഞു. ഇതെങ്ങനെയായി വിലയിടിയുന്നേ? മാർക്കറ്റിൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന സാധനമാണോ അച്ഛൻ? അങ്ങനെയല്ലടി മോളെ, എല്ലാവരുടെയും മതിപ്പ് പോയി. കല്യാണത്തിന് മുൻപ് വേറൊരുത്തിയുമായി ബന്ധം, അതിലൊരു മകള്. അതിനെ വിളിച്ച് സ്വന്തം ഭാര്യയുടെയും മക്കളുടെയും കൂടെ താമസിപ്പിക്കുന്നു എന്ന് കേൾക്കുമ്പോ അച്ഛന്റെ അഭിമാനമല്ലേ നഷ്ടപ്പെടുന്നേ? അതൊക്കെ ഒരു സങ്കല്പമല്ലേ ചേച്ചി? മറ്റുള്ളവര് നമ്മുടെ വില കൂട്ടുന്നുണ്ടോ കുറയ്ക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കാതിരുന്ന പോരെ? ഇവിടെ എന്തായാലും വലിയ വഴക്കായി. ഇനി എന്തൊക്കെ വരാൻ പോകുന്നെന്ന് അറിഞ്ഞൂടാ. ഞാൻ വെച്ചോട്ടെ മോളെ. ശരി ചേച്ചി. ആ വെക്കുവാണേ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ബാലേന്ദ്രന്റെ സ്വന്തം മോള അലീന. അയാൾ അബുദാബിയിൽ ജോലി ചെയ്തിരുന്ന കാലത്ത് മറീന എന്നു പേരുള്ള ഒരു വിധവയുമായിട്ട് മോശമായൊരു ബന്ധമുണ്ടായിരുന്നു. കൊല്ലം തങ്കശ്ശേരിക്കാരി, ഒരു ആംഗ്ലോ ഇന്ത്യൻ. അവളാണ് അലീനയുടെ തള്ള. നീ തോറ്റുപോയി വൈജയ്. ഇനി രക്ഷയില്ല.